ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആട്ടോ. നല്ലൊരു ഫംഗ്ഷൻ വരുന്നുണ്ടോ, ഇത് എടുത്തോ, നല്ല രസമാണ്. നോക്കി, പ്രത്യേകിച്ച് ഫോക്സിലൂടെ ചെയ്തേക്കുന്നതായതുകൊണ്ട് ഒത്തിരി ലാസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരത്തില്ല. ഈ ഹാൻഡ് വർക്കും ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നിട്ടാ, എടുത്തവർക്കെല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇതുപോലത്തെ ഐറ്റംസ് സ്റ്റോറി വന്ന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ കമൻറ്റ് കേട്ടോ. നല്ല ഐറ്റമാണ്, നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഭയങ്കര എലഗൻ ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും മോഡൽ. വൺ സൈഡ് ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കും, ബാക്കി സൈഡിൽ സിമ്പിൾ എന്താ പറയുക സ്കാലപ്പും ബോർഡർ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത് ഐറ്റം. ഫസ്റ്റ് കളർ ഇതാണ്, സെക്കൻഡ് കളർ കാണാം. അടുത്ത പാറ്റേണിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓരോ പാറ്റേണും ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ്. പേസ്റ്റൽ ഷെയ്ഡിൽ വർക്ക് കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ലുക്കാട്ടോ. നമ്മൾ തയ്ച്ചിട്ടാലും ഒരു പ്രീമിയം എന്ന് വെച്ചാൽ പ്രീമിയം തന്നെയാണ്, പ്രീമിയം ലുക്കിൽ നിങ്ങൾക്ക് ഇടാം. ഇതെല്ലാം എനിക്ക് തോന്നുന്നു 4500 അല്ലേടാ, ഒരു അതിനകത്തൊക്കെ ആയിരിക്കാം റേറ്റ്. നിങ്ങളൊന്ന് സൈറ്റിൽ കയറി നോക്കണേ. എല്ലാത്തിനും നല്ല വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോഴറിയാലോ എന്താ ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറയേണ്ട കാര്യമില്ല, അതാ അതിൻ്റെ വർക്കിൻ്റെ ഭംഗിയുണ്ട് കണ്ടോ. ദാമനിലൊക്കെ വർക്ക് പോകുന്നുണ്ട്, ടാസിലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അടുത്ത കളർ കാണാം. അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ, സ്റ്റൈലായിട്ടുള്ള. അയ്യോ എന്താ ഭംഗിയുടെ ഈ വർക്ക്. ഇതൊക്കെ തയ്ച്ചിട്ടിട്ടുണ്ടല്ലോ ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ വേറെ വേറെ പല എന്താ പറയുക കളേഴ്സിൽ. ഇത് നല്ലൊരു കളേഴ്സാണ്, നല്ലൊരു കളറ്, പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. ദുപ്പട്ടയൊക്കെ നല്ല ഹെവി ആയിട്ടാണ് വർക്ക്, എന്നുവെച്ചാൽ സൈഡിൽ ഹെവി എന്നല്ല, ഒരു ഭംഗിയുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് വർക്ക് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെ രീതിയിലായിരിക്കും. ഇതാണ് വേണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ. അടുത്ത കളറാണ്. അടുത്തൊന്ന് നോക്കിയേ, ദാമനിൽ വർക്ക് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം. നല്ല ഐറ്റം അല്ലേ. ദാമനിൽ നല്ല രീതിയിൽ വർക്ക് കൊടുത്തേക്കും, നല്ല ഹെവി വർക്ക്. ഇതാ കണ്ട, സൂപ്പറാണ്. ടാസിലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പോരാത്തിന് ഇത്രയും നേരം ഇരുന്ന് ഹാൻഡ് വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ നോക്കിയാൽ 1-2 ചെറിയ വർക്കൊന്നുമല്ല, നല്ലതുപോലെ ടൈം എടുത്ത് ചെയ്യേണ്ട ഹാൻഡ് വർക്കാണ്. അപ്പം ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്, ഈ കളറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ. അടുത്തതാണ്. ഇനി വരുന്നത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും വൈറ്റിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. ഒരു ഫംഗ്ഷൻ, നമ്മുടെ വീട്ടിലൊരു അടുത്ത ഫംഗ്ഷൻ, ഒരു വെഡിങ് വരുന്നു, ഒരു റിലേറ്റീവ്സിൻ്റെ വെഡിങ് വരുന്നെങ്കിൽ ധൈര്യത്തോടെ കണ്ണും പൂട്ടിയെടുക്കാം കേട്ടോ. അത്ര രസമുള്ളൊരു ഐറ്റം. എനിക്ക് ഫുള്ളൊരു ഉറപ്പ് വരാം, ഈ ഒരു ഐറ്റം എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണമെങ്കിൽ ഇത് വാഷ് ചെയ്യാം കേട്ടോ, പ്രോബ്ലം ഇല്ല. വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് വാഷ് ചെയ്യരുത്. നമ്മുടെ ഹാൻഡ് വാഷ് നമ്മൾ കൈകൊണ്ട് പെട്ടെന്ന് എടുത്ത് വാഷ് ചെയ്തിടുമല്ലോ, അങ്ങനെ വാഷ് ചെയ്യുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. കാരണം ഈ മെറ്റീരിയലൊന്നും ചുരുങ്ങി ഒന്നും പോകത്തില്ല. നല്ലതായിട്ട് തയ്ച്ചാൽ നല്ല ബോഡി ഫിറ്റായിട്ട് ഇതിരിക്കും കേട്ടോ. ഇതെടുത്തിട്ട് നിങ്ങൾ ഒന്ന് പേപ്പറിലൊക്കെ മടക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഈ ഹാൻഡ് വർക്ക് പോലും ഒരു ഡാമേജും ഇല്ലാതിരിക്കും. അടുത്തത് കാണാം. ഇത് ലാസ്റ്റ് അല്ലേ മോളെ? ഇത് വരുന്നത് ലാസ്റ്റ് ആട്ടോ. ലാസ്റ്റ് ഒന്ന് നോക്കി, എന്താ രസമല്ലേ. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഭംഗിയുണ്ട്. ന്യൂഡ് ഷെയ്ഡ്, എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡിലാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ഐറ്റം മിസ്സാക്കല്ലേ. ഇതുപോലത്തെ ഐറ്റംസ് ഇനിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ വെറൈറ്റി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.